ചലച്ചിത്ര നിർമ്മാതാവും നടിയുമായ സുരേഷ് കുമാറിൻ്റെയും മേനകയുടെയും മകൾ കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു. വിവാഹം കഴിക്കുന്നത് പ്രമുഖ വ്യവസായിയായ ആൻ്റണി തട്ടിലാണ്. ഇവരുടെ വിവാഹം ഗോവയിൽ നടക്കുമ്പോൾ അത് മതപരമായിട്ടാണോ അല്ലയോ? ഇവരും മതം മാറുന്നുണ്ടോ എന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്താണ് ഇവരുടെ കല്യാണത്തിൻ്റെ പ്രത്യേകത? ശരിക്കും ആൻ്റണി തട്ടിൽ ആരാണ്? ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് മുൻപ് കീർത്തി സുരേഷ് ചലച്ചിത്ര നടിയായതിനു ശേഷം കൊടുത്ത അഭിമുഖത്തിൽ തൻ്റെ വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു. എൻ്റേത് പ്രണയ വിവാഹമായിരിക്കും. അന്ന് അത് പറഞ്ഞപ്പോൾ പലരും ചിരിച്ചു, ചോദിച്ചു, അച്ഛനും അമ്മയും പ്രണയിച്ച് വിവാഹം കഴിച്ചത് കൊണ്ടാണോ എന്ന് ചോദിച്ചു. അതിന് പ്രത്യേക ഉത്തരം പറഞ്ഞില്ല. പക്ഷെ കീർത്തി വളർന്നു വന്ന സാഹചര്യത്തിൽ സുരേഷ് കുമാർ, മേനക സുഹൃത്തുക്കളിൽ പലരും മോഹൻലാൽ ശുചിത്രമായിട്ട് പ്രണയം, പ്രിയദർശൻ ലിസിയുമായി പ്രണയം, അങ്ങനെ സുരേഷ് കുമാറിൻ്റെ അടുത്ത സുഹൃത്തുക്കളും മറ്റും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ആ പ്രണയ ജീവിതത്തിൻ്റെ സുഖകരമായ അന്തരീക്ഷത്തിലാണ് ഈ കീർത്തിയും വളർന്നു വന്നത്. ബാലനടിയായിട്ട്, സ്വന്തം അച്ഛൻ നിർമ്മിച്ച സിനിമയുടെ ബാലനടിയായിട്ട് സിനിമയിൽ പ്രവേശിച്ച കീർത്തി സുരേഷ് ഇന്ന് ബഹുഭാഷാ നടിയാണെന്ന് ആലോചിക്കണം. ഒരുപക്ഷെ വിവാഹത്തിന് ശേഷം, അതായത് അടുത്ത മാസം വിവാഹത്തിന് ശേഷം ഹിന്ദി സിനിമ കൂടി റിലീസ് ചെയ്യാൻ പോവുകയാണെന്ന് ആലോചിക്കണം. ഇന്ത്യയിലെ ഏറ്റവും നല്ല നടിക്കുള്ള മഹാനടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആദ്യകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്ത നടിയായ സാവിത്രിയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ സാവിത്രിയുടെ കഥാപാത്രം തന്നെ അത്യുജ്വലമായി അവതരിപ്പിച്ചുകൊണ്ടാണ് കീർത്തി ദേശീയ അവാർഡ് നേടിയത്. അവരോടൊപ്പം തന്നെ ദുൽഖർ സൽമാനായിരുന്നു ഒരു ജോഡിയായിട്ട് അഭിനയിച്ചത്. അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞ കാതൽ മനൻ ജെമിനി ഗണേശനെ ആയിരുന്നു ശരിക്കും ദുൽഖറും അവതരിപ്പിച്ചത്. അപ്പം അങ്ങനെ മലയാളികളായ രണ്ട് പേര്, അത്രയും തമിഴിലെ പ്രശസ്തരായ രണ്ട് പേര് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഈ പ്രേക്ഷക പിന്തുണ നേടി എന്നുള്ളതാണത്. കീർത്തി സുരേഷ് വളരെ ബോൾഡാണ്. അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്ന കാര്യത്തിൽ വളരെ ബോൾഡാണ്. നേരെ പോവുക ആ രീതിയാണെന്ന് ആലോചിക്കണം. മുൻപ് പലപ്പോഴും ഈ കീർത്തി സുരേഷിനെ ബന്ധപ്പെടുത്തി പലരെയും കല്യാണം കഴിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ യൂട്യൂബിലേക്ക് ധാരാളം വന്നിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും ചിരിച്ചു പറഞ്ഞ് എല്ലാവരും കൂടി കല്യാണം കഴിക്കാൻ പറ്റില്ല, ആരെങ്കിലും ഒരാളെ എനിക്ക് കല്യാണം കഴിക്കുള്ളൂ, ആ കല്യാണം കഴിക്കുന്ന ആരാണെന്ന് പിന്നീട് അറിയാം, എന്തായാലും ഞാൻ പ്രണയത്തിലാണ് എന്നാണ് അന്നൊക്കെ കീർത്തി പറഞ്ഞിട്ടുള്ളത് നൽകണം. ഇപ്പം ഈയിടെ തന്നെ ഈ സംഭവം ഇവർ വിവാഹം കഴിക്കാൻ പോകുന്നു. ആൻ്റണി തട്ടിലാണ് വരൻ. ഇവർ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നവരാണ്. ഇവർ പഠിക്കുന്ന കാലത്തിൽ തന്നെ പ്രണയിച്ചിരിക്കുന്നു എന്നുള്ള ഇവർ ഒരേ ക്ലാസ് പഠിക്കുമ്പോഴല്ല ശരിക്കും പ്രണയം തുടങ്ങിയതെന്നുള്ളതായിരിക്കണം. കാരണം എറണാകുളംകാരനാണ് ഈ ആൻ്റണി തട്ടിൽ നിലയിക്കണം. അപ്പോൾ കീർത്തിയും അവിടെ പഠിക്കാൻ പോയിരുന്നു. അവിടെ സുഹൃത്തുക്കളുണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ആൻ്റണിയുമായിട്ട് കീർത്തി വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് പരിചയപ്പെട്ടത്. ആ പരിചയം പിന്നെ പ്രണയമായി മാറി എന്നുള്ളതാണ്. ഇത്രയും വർഷമായിട്ടും ഈ രണ്ടുപേരും അതീവ രഹസ്യമായി ഈ പ്രണയം സൂക്ഷിച്ചു എന്നുള്ളതാണത്. കീർത്തിയെക്കുറിച്ച് മറ്റു പല പേരുകളുമായി ബന്ധപ്പെടുത്തി പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഇരുവരും തമ്മിൽ അടക്കി പിടിച്ച് ചിരിക്കുമായിരുന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം പറയുന്നവർ പറയട്ടെ, സത്യമെന്താണ് അവർക്ക് രണ്ടുപേർക്കും അറിയാമെന്നുള്ളതാണ്. അങ്ങനെ അവർ കല്യാണം കഴിക്കാൻ ഏകദേശം ഒരു തീരുമാനമായപ്പോൾ തായ്ലൻഡിൽ വെച്ച് കല്യാണം കഴിക്കണമെന്നാണ് അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. കാരണം വിവാഹം ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിലേക്ക് മറ്റുള്ളവർ വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല എന്ന പക്ഷക്കാരനാണ് ആൻ്റണി തട്ടിൽ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു വലിയ ആൾക്കൂട്ടം വേണ്ട, ഇതൊരു വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ തായ്ലൻഡിൽ പോയിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ സത്യത്തിലെ കീർത്തിയുടെ അച്ഛനും അമ്മയുമായ സുരേഷ് കുമാറും മേനകയുമാണ് നിർബന്ധിച്ചത്. പറ്റില്ല, ഞങ്ങളുടെ മകളുടെ കാര്യം ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ വെച്ച് നടത്തിയാൽ മതി. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലോ ഗോവയിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ വെച്ച് നടത്തിയാൽ മതി. വിവാഹം എങ്ങനെ നടത്തണമെന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കൂ എന്ത് വേണമെന്നുള്ളത്. അങ്ങനെ അവരുടെ അഭ്യർത്ഥന കൂടി മാനിച്ചിട്ടാണ് തായ്ലൻഡിൽ നിന്ന് വിവാഹം ഇപ്പോൾ ഗോവയിലേക്ക് മാറ്റിയതെന്ന് ആലോചിക്കണം. അപ്പോൾ ഗോവയിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഗോവ സുഖവാസ കേന്ദ്രമാണെന്ന് ആലോചിക്കണം. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ അന്വേഷിച്ചത്, അവിടെ ഏറ്റവും വലിയ ഹോട്ടലിലാണ്
ഈ വിവാഹം ഈ ബന്ധുക്കൾ ഇരു കൂട്ടരുടെയും ബന്ധുക്കളും വിരലിലെണ്ണാവുന്നവർ കൂടി അടുത്ത സുഹൃത്തുക്കൾ പങ്കെടുക്കുന്നത്. കാരണം അവിടെ നമ്മൾ ഗോവ ഗവർണർ നമ്മൾ മലയാളിയാണ് ശ്രീധരൻപിള്ള, അദ്ദേഹം അടക്കം അവിടെയുള്ള ആളെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ കുറേ പേര്. മാത്രമല്ല സുരേഷ് കുമാർ BJPയുടെ വലിയൊരു നേതാവാണ്, ജനൻ TV യുടെ വൈസ് ചെയർമാനാണ്, ചലച്ചിത്ര നടനാണ്, ചലച്ചിത്ര നിർമ്മാതാവാണ്. അങ്ങനെ വിവിധ രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു മാന്യദേഹം കൂടി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സംശയിക്കുന്നത് എന്താണ്, അപ്പോൾ ഈ കല്യാണം വലിയ ബംഗിളായിരിക്കും. എത്രയോ പേര്, ആയിരക്കണക്കിന് പേരെ കല്യാണത്തിന് വിളിക്കേണ്ടി വരും. കല്യാണം അവിടെ വളരെ ലളിതമായി നടന്നാലും ഈ വിവാഹ പാർട്ടി ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ, വിവാഹം അവിടെ ലളിതമായി നടക്കുമ്പോൾ തന്നെ ചോദിക്കുന്നൊരു ചോദ്യം കൂടി, എങ്ങനെയായിരിക്കും ഇവരുടെ വിവാഹം? ആൻ്റണി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്. കീർത്തി ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു നടിയാണ്. നടി ഹിന്ദു വിഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം സുരേഷ് കുമാർ ജനിച്ചത് നായർ സമുദായത്തിലാണ്. അതേ സ്ഥാനത്ത് മേനക ബ്രാഹ്മൺ സ്ത്രീയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് കീർത്തിയെ ഏത് ജാതി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ ഇവർ കല്യാണം കഴിക്കുമ്പോൾ മതം മാറുമോ? ആൻ്റണി ഹിന്ദു മതത്തിലേക്ക് പോകുമോ, അതോ കീർത്തി ക്രിസ്ത്യൻ മതത്തിൽ പോകുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ രണ്ടുപേരും അങ്ങനെ ചെയ്യുന്നില്ല. രണ്ടുപേരും രണ്ട് മതക്കാർ തന്നെയായി നിൽക്കുന്നു. അവരെ അതുമാതിരി ജീവിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പേര് മതം മാറിയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഇവരുടെ വിവാഹത്തിന് ഒരു കാര്യമുള്ളത്, ലളിതമായി നടക്കുമ്പോൾ ഈ ആൻ്റണിക്ക് താല്പര്യം മതപരമായ ചടങ്ങുകൾ കഴിയുന്നതും ഒഴിവാക്കുക, ആളുകളുടെ സാധനം ഒഴിവാക്കുക എന്നുള്ളതാണത്. അങ്ങനെ നടക്കുക. മതപരമായിട്ട് നടക്കുകയാണെങ്കിൽ രണ്ട് മതത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചടങ്ങുകളായിരിക്കും. അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു തീരുമാനവും അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സജീവമായിക്കൊണ്ട് ഇത്രയും വലിയ വ്യവസായ പ്രമുഖർ, ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് നടി, ഇന്ത്യയിലെ അറിയപ്പെടുന്നൊരു നടി, അവരുടെ വിവാഹം ഇങ്ങനെ ചെറിയ രീതിയിലാണോ നടത്തേണ്ടത്, കൊട്ടിഘോഷിക്കേണ്ടതല്ലേ, ആഘോഷമാക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ മറ്റു ചിലർ സുരേഷ് കുമാറുമായി അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞത് അത് വലിയ പാർട്ടി നടത്തിയാൽ പോരെ എന്നുള്ളതാണ്. അപ്പോൾ ഇതറിഞ്ഞ സൗഹാർദ്ദത്തിൽ, കാരണം ഈ സുരേഷ് കുമാറിൻ്റെ കൂടി അടുപ്പം എന്ന് പറയാൻ കാരണം സുരേഷ് കുമാറിൻ്റെയും മേനകയുടെയും കല്യാണം നടക്കുന്നതിന് ഏറ്റവും അടുത്ത കാരണക്കാരൻ ഞങ്ങൾ തന്നെയാണെന്ന് ആലോചിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പ്രണയത്തിന് തുടക്കവും പ്രണയം ശ്വാശ്വതീകരിക്കാൻ വേണ്ടി ഞാനടക്കമുള്ളവർ, മാധ്യമപ്രവർത്തനം കൂടിയാണെന്ന് അന്ന് നാന അതുകൂടിയെടുത്ത മുൻകൈയെടുത്തും ഒക്കെ രസകരമായ സംഭവമാണെന്ന് ആലോചിക്കണം. അതായത് രസകരമെന്ന് പറയാൻ കാരണം ഒരു ഘട്ടത്തിൽ ഇവരുടെ പ്രണയം വഴിതെറ്റി പോകുമോ, സുരേഷ് മേനകയെ ചതിക്കുമോ എന്നുള്ള സന്ദേശം ഞങ്ങൾക്കുണ്ടായതുകൊണ്ട് ഞാനും ഫോട്ടോഗ്രാഫർ കൃഷ്ണൻകുട്ടിയും സുരേഷ് നന്നായിട്ട് ലൊക്കേഷനിൽ വെച്ചിട്ടാണ്, അതായത് എറണാകുളത്തൊരു ഷൂട്ട് നടക്കുകയാണ്. പ്രിയൻ്റെ പടമാണ്, മമ്മൂട്ടി അടക്കമുള്ളവർ അഭിനയിക്കുന്നുണ്ട്, മേനക അടക്കം അഭിനയിക്കുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ ശരിക്ക് സുരേഷിനെ ട്രാപ്പിൽപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുത്ത് എല്ലാം കഴിഞ്ഞ്, അങ്ങനെ ചതിക്കുകയാണെങ്കിൽ കോടതി പോകണം. അപ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ സുരേഷിൻ്റെ ഒരു ചോദ്യമാണ്, എടുത്തു കഴിഞ്ഞോ? നിങ്ങൾ എടുക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഞാൻ മേനകയെ ചതിക്കുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ പ്രണയിച്ചത് വിവാഹം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. സുരേഷ് അന്ന് വാക്കു പാലിച്ചു എന്നാലോചിക്കണം. അങ്ങനെയുള്ള സുരേഷിൻ്റെ മകളാണ് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയത്തിന് കൊണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് ആലോചിക്കണം. ആ വിവാഹമാണ് ഡേറ്റ് കൃത്യമായിട്ട് പറയുമ്പോൾ 11-ാം തീയതിയാണ്, അടുത്ത മാസം 11-ാം തീയതിയാണ് ഇപ്പോൾ ഏകദേശം തീരുമാനമായിരിക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡേറ്റ് മാറുമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലിലാണ് വിവാഹം നടക്കുന്നതെങ്കിലും വിവാഹത്തിൻ്റെ ഹോട്ടലിൻ്റെ പേര് ഒരു കാരണവശാലും തൽക്കാലം പുറത്ത് വിടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇതിന് പാർട്ടി എവിടെ നടത്തുമെന്നുള്ളത്. ഞാൻ അവസാനം ഇതിൻ്റെ ലാസ്റ്റ് അറിഞ്ഞപ്പോൾ സുരേഷിനെ വിളിച്ചു, സുരേഷേ എവിടെ വെച്ചിട്ടായിരിക്കും പാർട്ടി നടത്തുന്നത്? അപ്പോൾ സുരേഷിൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഞാൻ പാർട്ടി നടത്തുകയാണെങ്കിൽ 1000-ലധികം ഏറ്റവും അടുത്ത ആൾക്കാരെ വിളിക്കേണ്ടി വരും. അങ്ങനെ ഒരു പാർട്ടി നടത്താനേ എനിക്ക് പറ്റുള്ളൂ. പക്ഷേ ഇവരുടെ ആൻ്റണിയുടെയും കീർത്തിയുടെയും അഭിപ്രായം പാർട്ടി വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ തീരുമാനത്തിൽ നമ്മൾ വിടുന്നതാണ്. പാർട്ടി നടത്തുകയാണെങ്കിൽ ഞാൻ കുറച്ച് ചെറിയ പാർട്ടി ആയിരിക്കില്ല, എനിക്ക് വർഷങ്ങളായിട്ട് ബന്ധമുള്ള അടുപ്പമുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അവരെ അടക്കം വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാർട്ടി നടത്തൂ എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും വളരെ അതിമനോഹരമായ ഒരു വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ സുരേഷ് കുമാർ BJPയുടെ നേതാവാണെന്ന് ആലോചിക്കണം. അങ്ങനെ BJPയുടെ നേതാവ് എൻ്റെ മകള് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കല്യാണം
കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇതാണ് നയം എന്നുള്ളത്. നമ്മുടെ എൽ കെ അദ്വാനിയുടെ മകള് BJPയുടെ തലതൊട്ടപ്പനാണ് എൽ കെ അദ്വാനിയുടെ മകള് ഒരു മുസ്ലിം യുവാവിനെയാണ് വിവാഹം കഴിച്ചതെന്ന് അറിയിക്കുക. അപ്പോൾ ഇതിലൊന്നുള്ള കാര്യം എങ്ങനെ മനുഷ്യർ സന്തോഷകരമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. ജാതിയും മതവും ഒക്കെ ചില പ്രത്യേക ഘട്ടത്തിൽ ചിലർക്ക് മാത്രം അണിയാനുള്ള വസ്ത്രങ്ങൾ മാത്രമാണ് എന്ന് മാത്രം ഓർക്കുക. എന്തായാലും അടുത്ത മാസം വിവാഹിതരാകുന്ന ആൻ്റണി തട്ടിലിനും കീർത്തി സുരേഷിനും മുൻകൂറായി ഞങ്ങൾ വിവാഹ മംഗളാശംസകൾ നേരുന്നു.